ഞാൻ നേരത്തെ അയച്ചെന്ന ലിങ്ക് ക്രോം ബ്രൗസറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ലോഗിൻ ഇൻ്റർഫേസ് ആയിരിക്കും, ലോഗിൻ സ്ക്രീൻ ആയിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് അഡ്മിൻ ആയിട്ടും ഡാറ്റ എൻട്രി സ്റ്റാഫ് ആയിട്ടും ലോഗിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡാറ്റ എൻട്രി ആകുമ്പോൾ ഓൺലി പാരൻസിന് ആഡ് ചെയ്യാൻ മാത്രമുള്ള ഓപ്ഷൻ ഉണ്ടാവുള്ളൂ കേട്ടോ. മറ്റേ ഈ ID കാർഡ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല, ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അഡ്മിൻ ആയിട്ട് ലോഗിൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഡെമി പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത അഡ്മിൻ ക്രെഡൻഷ്യലാണ്. യൂസർ നെയിം മാറ്റി അഡ്മിൻ സ്മോൾ ലെറ്ററിൽ എൻ്റർ ചെയ്യാം. പാസ്വേഡ് 1 to 7 എൻ്റർ ചെയ്യാം. ഓക്കെ, ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ചെയ്ത പാസ്വേഡ് റോങ് ആവണോ അല്ലെന്ന് മനസ്സിലാക്കാം കേട്ടോ. ഒന്ന് വെരിഫൈ ചെയ്തിട്ട് ഓക്കെ സൈൻ ഇൻ കൊടുക്കാം. അപ്പം വരുന്ന ഇൻ്റർഫേസിൽ ഇപ്പം ഈ ടേബിളിൽ ലിസ്റ്റ് ചെയ്യുന്നപ്പോൾ മുമ്പ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാരൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് പാരൻ്റ് ID ആണ്, പാരൻ്റ് നെയിം, അവരുടെ ഫോൺ നമ്പർ, പിന്നെ അവരുടെ എത്ര സ്റ്റുഡൻസ് ഇവിടെ കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്, ആ പാരൻറ്റിൻ്റെ എത്ര സ്റ്റുഡൻറ്റ് ഇവിടെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ സിബ്ലിങ്സ് ഉള്ള പാരൻസ് ആവും ഈ ഒന്നിൽ കൂടുതൽ കൗണ്ട് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനിയിപ്പം ഒരു പാരൻറ്റിനെ ആഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മളുടെ സ്റ്റാഫ് ലോഗിനും ഉണ്ടാവും കേട്ടോ. ഈ ആഡ് ന്യൂ പാരൻ്റ് എന്നുള്ള പുതിയൊരു പാരൻറ്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ ഒരു ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരൻ്റ് ന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാരൻ്റ് നെയിം എൻ്റർ ചെയ്യാം. ഇവിടെ ഒരു ഫോൺ നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. 10 ഡിജിറ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ അഡ്രസ്സ്, പിന്നെ ഇവിടെയാണ് സ്റ്റുഡൻറ്റ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. സ്റ്റുഡൻറ്റ് നെയിം, സ്റ്റുഡൻറ്റ് നെയിം എൻ്റർ ചെയ്തു. സ്റ്റുഡൻറ്റ് യൂണീക്ക് ആയിട്ടുള്ള രജിസ്റ്റർ നമ്പർ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കൊടുക്കുക. ക്ലാസ് സെലക്ട് ചെയ്യാം. ഡിവിഷൻ, പിന്നെ ജെൻഡർ എന്താണോ, ഡേറ്റ് ഓഫ് ബർത്ത് മാൻഡേറ്ററി അല്ല, ഈ സ്റ്റാർ ഇട്ടതാണ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ എന്തായാലും എൻ്റർ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത ഇതിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഡാറ്റ എൻ്റർ ചെയ്യാനുള്ള ഫോമാണ് ബൈ ഡിഫോൾട്ട് ഉണ്ടാവുക. ഇനി വേറൊരു സ്റ്റുഡൻറ്റും കൂടെ പാരൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇവിടെ എൻ്റർ ചെയ്യണം കേട്ടോ. ഈ ആഡ് അനദർ എന്നുള്ള ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ആഡ് അനദർ, അടുത്ത സ്റ്റുഡൻറ്റിൻ്റെ പേര്, ക്ലാസ്, ഡിവിഷൻ. ഇനി സേവ് കൊടുക്കുക, അല്ലെങ്കിൽ സേവ് ആൻഡ് ആഡ് അനദർ. ഈ സെയിം പാരൻറ്റിനെ ആഡ് ചെയ്യേണ്ട ഫോമിലേക്ക് തന്നെ വന്ന് നിൽക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത പാരൻറ്റിനെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ലാത്ത കേസിൽ സേവ് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നേരെ പാരൻ്റ് ID സക്സസ്ഫുള്ളി കാണിക്കും. എന്നിട്ട് ഈ ടേബിളിലേക്ക് തന്നെ ആയിരിക്കും ഇവിടെ വരിക. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത റിഷാദ്, അവരുടെ ഫോൺ നമ്പർ, അവരുടെ എത്ര സ്റ്റുഡൻറ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് 2 അല്ലേ, അതുണ്ട് കേട്ടോ. ഇത് വിസിബിളായി ഈ ബട്ടൺ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അവരുടെ ഡീറ്റെയിൽസ് കാണാം. ഇനി അതല്ല, ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എഡിറ്റ് ബട്ടൺ ഉണ്ട്, അത് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി ഈ ഒരു ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാരൻറ്റിൻ്റെ ID കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരു പ്രിൻ്റർ ഉണ്ടെങ്കിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഡൗൺലോഡ് ചെയ്യാനിപ്പോൾ 2 ഓപ്ഷൻസ് ഉണ്ട്, PDF ആയിട്ടും JPG ആയിട്ടും. ഇപ്പോൾ JPG സിംഗിളായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ അത് മാത്രമായിരിക്കും ഡൗൺലോഡ് ആവുക, സേവ് എടുത്താൽ മതി. ഇനി അതല്ല, ഇനിയിപ്പോൾ ഒന്നിച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാം കൂടെ സെലക്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തത് മാത്രം. ഇപ്പോൾ എനിക്കിപ്പോൾ 2 പാരൻ്റ് ID 3 പാരൻ്റ് ID മാത്രം ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെയെങ്കിൽ 3 സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഡൗൺലോഡ് സെലക്റ്റഡ് എന്നുള്ളത് എടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ആസ് JPG കൊടുത്തു കഴിഞ്ഞാൽ ഒന്നിച്ച് സിപ്പായിട്ട് 3 സിപ്പായിട്ടാവും ഡൗൺലോഡ് ആയി വരാം കേട്ടോ. ഇനി അതല്ല, ഇനിയിപ്പോൾ എല്ലാം വേണം, ഇനിയിപ്പോൾ അങ്ങനെ സെലക്ട് ഒന്നും ചെയ്ത്
അങ്ങനെ ചെയ്യുന്നു വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ചെയ്യാൻ പറ്റും. ഓൾ ബൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൽ ഈ ഒരു ബട്ടൺ ഡൗൺലോഡ് ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ വരും. ഇവിടെ ഡൗൺലോഡ് ആസ് JPG അല്ലെങ്കിൽ ഡൗൺലോഡ് ആസ് PDF എടുത്തു കഴിഞ്ഞാൽ അതും സിപ്പായിട്ട് ഡൗൺലോഡ് ആയി കിട്ടും കേട്ടോ. പിന്നെ ചില കേസിൽ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ സിബ്ലിങ്സ് ഉള്ള പാരൻസ് ഉണ്ടാവും, ഒന്നിൽ കൂടുതൽ കുട്ടികളുള്ള ഇവിടെ ഒന്നിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പാരൻസ് ഉണ്ടാവാം. അപ്പോൾ അവരെ മാത്രം എന്ത് ചെയ്യുക, ഷോ ആൻഡ് ഡൗൺലോഡ് ഓൺലി എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സിബ്ലിങ്സ് ഉള്ള പാരൻറ്റിന് മാത്രമായിട്ട് ഇവിടെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് ഒരു ക്ലാസ്സിൽ ഇപ്പോൾ അധികം സ്കൂളിൽ ഇപ്പം ക്ലാസ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ID കാർഡ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു ക്ലാസ് പഠിക്കുന്ന സ്റ്റുഡൻ്റ് അല്ലാതെ വേറെ ക്ലാസ്സിലോ ഡിവിഷനിലോ പഠിക്കുന്ന സ്റ്റുഡൻറ്റും ഈ പാരൻറ്റിന് ഉണ്ടാവാം, സെയിം പാരൻറ്റിന്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് പെട്ടെന്ന് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഷോ ആൻഡ് ഇത് ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രം കാണിച്ചു തരും. അപ്പോൾ ആ സിബ്ലിംഗ് ഉള്ളവരെ മാത്രം അങ്ങ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. ഓക്കെ. പിന്നെ ഇനി അതല്ല, ഇനിയിപ്പോൾ സിബ്ലിംഗ് ഉള്ളവരെ ഒഴിവാക്കിയിട്ട് സിബ്ലിംഗ് ഇല്ലാത്തവരുണ്ടല്ലോ, അത് ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഒരു കുട്ടി മാത്രമൊക്കെ പഠിക്കുന്ന പാരൻസ് ഉണ്ടാവുമല്ലോ, അപ്പം അവരെ മാത്രം ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ടിക്ക് ചെയ്തിട്ട് ഇതിന് പിന്നെ അപ്ലൈ ഫിൽറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ടിക്ക് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ചെക്ക് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഓപ്ഷൻ ഡൗൺലോഡ് ഇത് കൊടുക്കുക. ഡൗൺലോഡ് ഓൾ ആസ് JPG അല്ലെങ്കിൽ PDF ഏതെങ്കിലും കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ ഡൗൺലോഡ് ന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ, ഒരു യെല്ലോ കളർ ബട്ടൺ കാണാം. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിപ്പോൾ മുൻപ് ഏതെങ്കിലും പാരൻസിൻ്റെ ID കാർഡ് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ വീണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ കേസിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ. ഇത് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ID കാർഡ് പിന്നെ ഇതിൽ വരില്ല. ഓക്കെ. അപ്പോൾ ഇത്തരം എന്താ പറയുക, ഇനി അതുപോലെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ മാനേജ് ക്ലാസ് ഓർ ഡിവിഷൻ എന്ന് പറയുന്നൊരു ഇതും കൂടെ കാണാം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പം ആഡ് ന്യൂ പാരൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പാരൻറ്റിന് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ടല്ലോ, പാരൻറ്റിന് സ്റ്റുഡൻറ്റിന്. അവിടെ കണ്ടിട്ടുണ്ടാവും ക്ലാസ്സും ഡിവിഷനും കണ്ടിട്ടുണ്ടാവും അല്ലേ. അപ്പം അതിലേക്കുള്ള ഡാറ്റ വരുന്നത് ഇവിടെ എൻ്റർ ചെയ്ത ഡാറ്റാസ് ആയിരിക്കും കേട്ടോ. മാനേജ് ക്ലാസ് ഓർ ഡിവിഷൻ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഉണ്ടോ, 2 ടാബായി, ക്ലാസ്സസ് ഉണ്ടാവും, ഡിവിഷൻ ഉണ്ടാവും. ക്ലാസ്സസ് ആണെങ്കിൽ ക്ലാസ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇത്രയും ക്ലാസ്സുകൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റ് ചെയ്യണം, ഇവിടെ എഡിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആഡ് ക്ലാസ് കൊടുത്താൽ ഇവിടെ ക്ലാസ് കൊടുക്കുക. ഓക്കെ. പിന്നെ ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ ആഡ് ഡിവിഷനും. അപ്പോൾ ആ ഒരു ഡാറ്റ ആയിരിക്കും നമുക്ക് ആഡ് ന്യൂ പാരൻറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഏരിയയിൽ വരുന്ന ക്ലാസ്സും ഡിവിഷനിലേക്കും വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ 10 LKG മുതൽ 10th സ്റ്റാൻഡേർഡ് വരെയാണ് എൻ്റർ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഈ പാരൻ്റ് ID സിംഗിളായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സിംഗിളായിട്ട് ഇപ്പോൾ ഇതൊക്കെ ബൾക്കായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട കേസുകളാണ്. അപ്പോൾ ഒന്നിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പം ബൾക്കായിട്ടൊന്ന് ഡൗൺലോഡ് ഓൾ കൊടുത്ത് നോക്കാം. ഡൗൺലോഡ് ആസ് JPG. ഇതൊരു സിപ്പ് ഫയലായിട്ട് എന്താവും, ഡൗൺലോഡ് ആവും. ഇത് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിൽ വന്നെടുക്കുന്നുണ്ടാവും. ഇതെന്ത് ചെയ്യാം, എക്സ്ട്രാക്ട് ചെയ്യാം. എക്സ്ട്രാക്ട് ഓൾ കൊടുത്തിട്ട് കണ്ടോ. അപ്പം റിഷാദ് ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്ത പാരൻ്റ് ആണ്. അത് ക്ലിക്ക് ചെയ്തു. ഒരു ID കാർഡ് ഇങ്ങനെ വരും കേട്ടോ. ഇത് പ്രിൻ്റ് ചെയ്താൽ മതി. ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു QR സ്കാനർ കാണാം. നമ്മളുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ സ്കാനറിൻ്റെ ലോഗിൻ തന്നിട്ടുണ്ടാവും അല്ലേ, ഈ ഗേറ്റ് പാസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഗേറ്റ് പാസ് ഇഷ്യൂ ചെയ്യുന്ന ആൾ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്തിട്ട് ഈ സ്കാൻ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ടാവും,
അത് ക്ലിക്ക് ചെയ്തിട്ട് ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഈ സ്റ്റുഡൻറ്റിൻ്റെയും പാരൻറ്റിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ അവിടെ ഏതൊക്കെ സ്റ്റുഡൻറ്റിനെയാണ് അവർ കൊണ്ടുപോകുന്നതെന്ന് ആ സ്റ്റുഡൻറ്റിന് സെലക്ട് ചെയ്യുക. ജനറേറ്റ് ഗേറ്റ് പാസ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗേറ്റ് പാസ് പ്രിൻ്റ് ആയി കിട്ടും കേട്ടോ. ആ പ്രിൻ്റ് എടുത്ത ആ ഒരു ഗേറ്റ് പാസിൻ്റെ ആ ഒരു റെസിപ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സെക്യൂരിറ്റി സ്റ്റാഫ് അവിടെ ചെക്ക് ചെയ്യാം. പുള്ളിക്കും സെയിം ആപ്ലിക്കേഷൻ്റെ ലോഗിന് ഡിഫറെൻ്റ് ആണെന്നുള്ളൂ. ആ പുള്ളീൻ്റെ ക്രെഡൻഷ്യൽ വെച്ച് പുള്ളി ലോഗിൻ ചെയ്തിട്ട് അത് വെരിഫൈ ചെയ്യാം. ഒന്നുകിൽ ഈ ഒരു പാരൻ്റ് ഐ ഡി അവിടെ ആ ഒരു ഗേറ്റ് പാസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഒരു പ്രിൻറ്റിൽ ഗേറ്റ് പാസിൻ്റെ ഐ ഡി ഉണ്ടാവും, നമ്പർ ഉണ്ടാവും, അത് എൻ്റർ ചെയ്യാം. അല്ലെങ്കിൽ അവിടെ സ്കാനർ ഉണ്ടാവും, സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നിട്ട് അപ്ഡേറ്റ് കൊടുക്കട്ടോ. ഇവരെ ഓക്കെ ആണെന്നുള്ളത് അവിടെ അപ്ഡേറ്റ് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ആ രീതിയിൽ വെരിഫൈ ചെയ്തിട്ടാണ് പോകുന്നത്.